അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സുന്നാമക്കി എന്ന് പറയുന്ന വളരെ ഔഷധവീര്യമുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ്. മക്കയിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് ധാരാളമായി കാണുന്നത്. നിറക്കുന്ന സഞ്ചികളിൽ ഏറ്റവും മോശമായ സഞ്ചി അത് തൻ്റെ വയറാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയറിനെ സൂക്ഷിക്കണം. അത് 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ഒന്ന് വെള്ളം, മറ്റൊന്ന് ഭക്ഷണം, മറ്റൊന്ന് ശൂന്യമായിട്ടായിരിക്കണം. കുലു വഷ്റബു വലാ തുസ്രിഫു. നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക, അമിതമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമിതമായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വയറിന് പ്രശ്നങ്ങൾ വരും. വയറിന് പ്രശ്നം വന്നാൽ മലബന്ധമുണ്ടാകും. മലബന്ധമുണ്ടായി കഴിഞ്ഞാൽ ചർമ്മത്തിന് രോഗമുണ്ടാകും. ചർമ്മത്തിന് രോഗമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശരീരമാസകലം അസുഖമായി മരണം വരെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. മലബന്ധമുണ്ടാവും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം ഉപയോഗിക്കുക. അത് സുന്നാമക്കിയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുന്നാമക്കിയും സനൂത്തും ഉപയോഗിക്കുക. സനൂത്തി എന്നാൽ തേന് അല്ലെങ്കിൽ ജീരകം എന്ന് പറയപ്പെടുന്നു. കാരണം മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട്. ഇബ്നു മാജ. ഇവിടെ എല്ലാ രോഗങ്ങൾക്കും ശമനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും ഇതിനുള്ള കഴിവ് പല രോഗങ്ങളെയും തടയാനും സഹായിക്കും എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ ബിൻ ഉമൈസി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ മലബന്ധത്തിന് ഏത് മരുന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു. സുബുറുമിയാണ് എന്ന് മറുപടി പറഞ്ഞു. സുബുറുമി അല്പം ഹാറാണ്, വീര്യം കൂടിയതാണ്. അതുകൊണ്ട് നിങ്ങൾ സുന്നാമക്കി ഉപയോഗിച്ച് വയറു ശോധന ഇളക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മറുപടി പറഞ്ഞു. മരണത്തെ തടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് സുന്നാമക്കിയാണെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് തുർമുദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ നിലവാരപ്പൂ അല്ലെങ്കിൽ സന എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇത്. സൗദി അറേബ്യയിലെ മക്കയിലാണ് ഇത് ഏറ്റവും ഗുണമേന്മയോടെ വളരുന്നത് എന്നതിനാലാണ് ഇതിന് സുന്നാമക്കി, മക്കയിലുള്ള സുന്ന എന്ന് വിളിക്കുന്നത്. അപ്പൊ സുന്നാമക്കി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഉപയോഗിച്ചതും ഉപയോഗിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചതുമാണ്. ആയതുകൊണ്ട് വയറു സംബന്ധമായ എന്ത് അസുഖമുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വയറിനെ ക്ലീനാക്കുക. അത് ക്ലീനാക്കാൻ ഏറ്റവും നല്ല ഒരു മരുന്ന് സുന്നാമക്കിയാണത്രേ. സാധാരണയായി ഇതിൻ്റെ ഇലകളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് കുടിക്കുകയാണ് പതിവ്. അല്പം ഇഞ്ചിയോ തേനോ ചേർക്കുന്നത് രുചി വർദ്ധിപ്പിക്കാനും വയറുവേദന ഒഴിവാക്കാനും സഹായിക്കും. വിട്ടുമാറാത്ത മലബന്ധം മാറാനും വൻകുടലിനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു. തുടർച്ചയായി ഒരു വാരത്തിലധികം ഇത് ഉപയോഗിക്കരുത്. ഇത് കൂടുതൽ ദുർബലമാക്കാൻ കാരണമാകും. ഗർഭിണികൾക്കോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കോ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു വൈദ്യന്റെയോ ഡോക്ടറെയോ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. ഇതിൻ്റെ നല്ല ഇലകൾ എടുത്ത് അതിലുള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞതിന് ശേഷം വെയിലിൽ വെച്ച് നന്നായി ഉണക്കി പൊടിച്ച് അതിൽ തേൻ ഒഴിച്ച് ഒരു ലേഹ്യ പരുവത്തിലാക്കിയിട്ട് ദിവസവും 1 ടീസ്പൂൺ വീതം രാത്രി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുകയാണ് എങ്കിൽ വയറിന്റെ ഉൾഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ പുറന്തള്ളാനും അത് കാരണം ശരീരം നല്ല ആരോഗ്യമുള്ളതായി തീരാനും സാധിക്കും. പ്രവാചകർ ഇത്തരം മരുന്നുകളെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ
നമ്മളും ഇത് ഉപയോഗിക്കുക. നമ്മുടെ അസുഖങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.